പുതിയൊരു വെറൈറ്റി കരച്ചിലൂടെ ഇവിടെ ലോഞ്ച് ആയിട്ടുണ്ട് എന്ന് വേണം പറയാൻ. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അധപ്പതനത്തിന് ഒരുപാട് കാരണങ്ങളുണ്ടെന്ന് നിരത്തി കാണിക്കാൻ പറ്റും. മറുവശത്ത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ പോലുള്ള ഒരു ക്ലബ്ബ് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ജോൺ അബ്രഹാം എന്ന് പറയുന്ന ഒരു ക്ലബ്ബ് ഓണറിന്റെ വലിയ എഫേർട്ടിന്റെ ബലത്തിൽ വളരെ നല്ല രീതിയിൽ മെച്ചപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോലിസ് കിങ്കിസ് ഒരു കൊണച്ച മറുപടി പറയുന്നുണ്ട്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് വർഷാവർഷം മില്യൺസ് അവരുടെ ഗവൺമെൻറ് നൽകുന്നുണ്ട്. അതായത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആസ്ഥാനം ഗുവാഹത്തിയാണ്, ആസാം ഗവൺമെൻറ് നൽകുന്നു എന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് അങ്ങനെ ആസാം ഗവൺമെൻറ് ഇവിടുത്തെ ഫുട്ബോളിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് ഒരുപാട് കൊടുക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലെ പല ഗവൺമെൻറ്റുകളിലും ഫുട്ബോളിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ള സത്യമാണ്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എന്ന ക്ലബിന് വേണ്ടി ചെയ്ത് കൊടുക്കുന്നതായിട്ട് എനിക്ക് വലിയ അറിവില്ല. ഫുട്ബോളിൻ്റെ സമൂലമായിട്ടുള്ള ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് അവിടുത്തെ ഗവൺമെൻറ് കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കേരളത്തിൽ ഗവൺമെൻറ് ക്ലബിനെ നശിപ്പിക്കാനല്ലാതെ നമ്മളെ സഹായിക്കുന്നില്ല എന്നാണ് പറയുന്നത്. എന്തിനാണ് ഇവന്മാർ സഹായം കൊടുക്കുന്നത്? ആക്ച്വലി ഇവിടുത്തെ രാഷ്ട്രീയക്കാർ വൻ പിഴകളാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. മഞ്ചേരിയെ മറക്കാനാക്കുമെന്ന് പറഞ്ഞിട്ട് പോയവൻ പിന്നെ കാശുള്ളവൻ കളി കണ്ടാൽ മതിയെന്ന് പറഞ്ഞു, പിന്നെ മെസ്സിയെ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഇവിടുത്തെ ആളുകൾ പ്രബുദ്ധ മലയാളികളായതുകൊണ്ട് ഇമാതിരി ഉടായ്പകൾ എത്ര കണ്ടാലും നന്നാവാൻ പോകുന്നില്ല. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇത്രയും വലിയ പൊട്ടൻഷ്യലുള്ള, ഇത്രയും വലിയ ബ്രാൻഡായി മാറിയ ആരാധക വൃന്ദമുള്ള ഒരു ക്ലബിന് ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് വേണമെന്നൊന്നും ഇല്ലായിരുന്നടേ. നിങ്ങൾ കൃത്യമായിട്ട് നല്ല പ്ലേയേഴ്സിനെ കൊണ്ടുവന്നാലും ഇതിൻ്റെ പ്രശ്നമൊന്നുമില്ല. ഇനിയിപ്പം ഇവന്മാർ കളിക്കാത്തതിൻ്റെ പ്രശ്നവും പിണറായിക്കാണോ എന്ന് കമൻറ്റ് ബോക്സിൽ ആരെങ്കിലുമൊക്കെ ചോദിക്കുമെങ്കിൽ പോലും ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് കിട്ടിയില്ല എന്നുള്ളൊരു സത്യമാണെങ്കിൽ പോലും ഗോകുലം കേരള FC-ക്കും സപ്പോർട്ടും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അവരതുകൊണ്ട് ഇടയ്ക്ക് കന്യാകുമാരിയിലേക്ക് തങ്ങളുടെ ടീമിനെ പറിച്ചു മാറ്റാനുള്ളൊരു ശ്രമവും കാര്യങ്ങളൊക്കെ നടത്തിയത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കാം. പക്ഷേ അവർ തിരിച്ചു വന്ന് കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഇവിടെ നല്ല ഫുട്ബോളിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ആരുടെയും സഹായം ഇല്ലാതെ വളരാനുള്ള ഒരു പൊട്ടൻഷ്യൽ കേരളത്തിൽ ഫുട്ബോൾ വികാരമായിട്ട് ആരാധകരുടെ ഹൃദയത്തിലുണ്ട് എന്നുള്ളത് സത്യമാണ്. അതിനെ നിങ്ങളുടെ ചിപ്സ് വെക്കാനും ഗോലി സോഡ വെക്കാനും ടിഷ്യൂ പേപ്പർ വെക്കാനും ബ്രാൻഡുകളെ പിടിച്ച് പരസ്യം നടത്താനും കച്ചവടം നടത്തി വിറ്റ് തൊലയ്ക്കാനും പെന്നി ലാഭത്തിന് വേണ്ടി നിങ്ങൾ തൊലിച്ചുകൊണ്ടിറങ്ങിയതുകൊണ്ടാണ് ഈ ഒരു അവസ്ഥ ഉണ്ടായത്. അല്ലാതെ നിങ്ങൾക്ക് മര്യാദയ്ക്ക് ബിസിനസ് നടത്താനും ക്ലബ്ബ് റൺ ചെയ്യാനും പറ്റാത്തതിന് ഗവൺമെൻറ് സഹായിച്ചില്ല എന്ന് പറഞ്ഞ് കരയുന്നതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. ഗവൺമെൻറ് വലിയ സഹായമൊന്നും ഇല്ല എന്നുള്ള സത്യം തന്നെയാണ്. പക്ഷേ ആ കൊണ ഗവൺമെൻറ്റിൻ്റെ ചുമലിൽ മാത്രം കൊണ്ട് വെക്കാൻ പറ്റത്തില്ല. ഗവൺമെൻറ് ഉടായ്പാണ്, അത് വേറെ കാര്യം, അതിനോട് നമ്മൾ യോജിക്കുന്നുണ്ട്. പക്ഷേ ഗവൺമെൻറ് തൊലിക്കാത്തതുകൊണ്ടാണ് ഞങ്ങളങ്ങനെ നന്നാവാത്തത് എന്ന് പറഞ്ഞാൽ അത് വേറൊരു തരം ഉണ്ടാക്കി അടിക്കലാണ്. ഓക്കെ, അവന്മാരും ഉടായ്പ, നിങ്ങളും ഉടായ്പ, അങ്ങ് ചെല്ല് കരോളി സണ്ണ.